ശ്രീ വിജി തമ്പി, ഇത് ഏതെങ്കിലും ഒരു ചരിത്ര വസ്തുതയുടെ അടിസ്ഥാനത്തിലാണോ ബാബുരസ്വാമിക്ക് അവിടെ ക്ഷേത്രമുണ്ടായിരുന്നു എന്ന് നിങ്ങൾ അവകാശപ്പെടുന്നത് എന്നാണ് MS നൌഷാദ് ചോദിക്കുന്നത്? അദ്ദേഹം പറഞ്ഞ രണ്ട് കാര്യങ്ങളിൽ എനിക്ക് അഭിപ്രായം പറയേണ്ടി വരും. അദ്ദേഹം പറഞ്ഞു ഈ കേന്ദ്ര ഗവൺമെൻറ് ഈ ആർക്കിയോളജി ഡിപ്പാർട്ട്മെൻറ്റിനെയും അല്ലെ EDയെയും അല്ലെങ്കിൽ അതുപോലെ NIAയെയും എല്ലാം കൈപ്പെടുത്തിക്കൊണ്ട് ഇങ്ങനെ പഴയ സ്മാരകങ്ങൾ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഭാരതത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ക്ഷേത്രമാണ് വാരണാസിയിലെ കാശി വിശ്വനാഥ സ്വാമി ക്ഷേത്രം. അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ആ ക്ഷേത്രത്തിനകത്ത് എങ്ങനൊരു പള്ളി വന്നു? എന്തായാലും ക്ഷേത്രം ഉണ്ടാകുന്നതിന് മുമ്പ് പള്ളി ഉണ്ടാവില്ലല്ലോ. അത്രയും പുണ്യപുരാതനമായ ക്ഷേത്രമാണ്. ഔറംഗസീബിൻ്റെ കാലത്ത് ആ ക്ഷേത്രത്തെ പൊളിച്ച് അവിടെ പള്ളി പണിഞ്ഞതാണ്. ആ വിഗ്രഹത്തെ തച്ചുടച്ചതാണ്. അപ്പോൾ അത് ക്ഷേത്രം തന്നെയാണ് എന്ന് ആർക്കിയോളജിക്കൽ ഡിപ്പാർട്ട്മെൻറ്റ് അതിനെ കോടതി അംഗീകരിക്കുകയും ചെയ്തു. അതുപോലെ തന്നെ അയോധ്യയിൽ ബാബറി മസ്ജിദ് എന്ന് പറയുന്നു. അയോധ്യ ക്ഷേത്രത്തെ പൊളിച്ചു മാറ്റി അവിടെ ഒരു മസ്ജിദ് പണിഞ്ഞതാണ്. അതിന് ആർക്കിയോളജിയിൽ തെളിവുകളുണ്ട്. ഈ ഒരു ഇസ്ലാം സഹോദരൻ തന്നെയാണ് അന്ന് ആർക്കിയോളജി അതിന് പ്രധാനമായിട്ട് ശ്രീ KK മുഹമ്മദ്. അദ്ദേഹമാണ് അവിടെ കൃത്യമായിട്ട് അതിന് ഉദ്ഘാടനം ചെയ്ത് അതിനകത്തുനിന്ന് ക്ഷേത്ര അവശിഷ്ടങ്ങൾ കണ്ടെടുത്തത്. അപ്പോൾ അത് കോടതി അംഗീകരിക്കുകയും അങ്ങനെയാണ് ബാബറി മസ്ജിദ് എന്ന് പറയുന്ന ആ തർക്ക മന്ദിരം പൊളിച്ചു മാറ്റി അവിടെ ഇന്ന് കാണുന്ന അയോധ്യ ശ്രീരാമസ്വാമി ക്ഷേത്രം നിർമ്മിച്ചത്. അതുപോലെ തന്നെയാണ് കോടതി വിധി അനുസരിച്ച് ഇന്നിപ്പോൾ കാശി വിശ്വനാഥ സ്വാമി ക്ഷേത്രത്തിൽ പോയി കഴിഞ്ഞാൽ അവിടെ ഈ പറഞ്ഞ തർക്ക മന്ദിരം എന്ന് പറയുന്ന ഈ മസ്ജിദ് അത് പൂട്ടിയിട്ടിരിക്കുകയാണ്, ചുറ്റും വേലി കെട്ടി അടച്ചിരിക്കുകയാണ്. അപ്പോൾ അതെല്ലാം ഈ പറഞ്ഞ ഒരു സർക്കാർ കാര്യമല്ല, കോടതിയോട് ഇടപെട്ടിട്ടുള്ള കാര്യമാണ്. ഇനി ഇങ്ങോട്ട് ബാബരിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ ചെമ്പ് പട്ടയം എന്ന് പറയുന്നത് വ്യാജമാണെന്ന് കൃത്യമായിട്ട് തെളിയിക്കപ്പെട്ടു കഴിഞ്ഞു. അതിനുള്ള പല രേഖകളുമുണ്ട്. കാരണം പണ്ട് ഈ മോൺസൺ മാവുങ്കൽ എന്ന് പറഞ്ഞ ആൾ ചെമ്പ് പട്ടയം ഉണ്ടാക്കിയതുപോലെ മറ്റൊരു ചെമ്പ് പട്ടയമാണ് ഈ പറഞ്ഞ പന്തള രാജാവ് കൊടുത്തു എന്ന് പറയുന്നത്. ഈ വാവർ എന്ന് പറയുന്നൊരു വ്യക്തി ശബരിമലയുമായി ബന്ധപ്പെടുന്നത് 1950 ശേഷം മാത്രമാണ്. അതിനു മുമ്പ് വാവരൊന്നും സംഭവമില്ല. പിന്നെ ഈ വാവർക്ക് എങ്ങനെ പ്രചാരം കിട്ടിയെന്ന് പറഞ്ഞാൽ ശ്രീ MN നമ്പ്യാർ ഒരു നാടകം നടത്തിയിരുന്നു അയ്യപ്പനെ കുറിച്ച് തമിഴിൽ. ആ നാടകത്തിലാണ് ഈ വാവരെന്ന് പറഞ്ഞ ക്യാരക്ടറിനെ ഉയർത്തിക്കൊണ്ടുവന്നത്. അതിനുശേഷം 1973 എൻ്റെ ഓർമ്മ, ഈ മെരിലാൻഡ് സുബ്രഹ്മണ്യം സ്വാമി അദ്ദേഹം ഒരു സിനിമ എടുത്തു, ശ്രീ അയ്യപ്പൻ. ആ അയ്യപ്പനിലാണ് വാവര ക്യാരക്ടറിനെ വളരെയധികം ബൂസ്റ്റ് ചെയ്ത് തമിഴിലൊരു വലിയ നടനായ ശ്രീ മോഹൻലാലിൻ്റെ ഫാദറിലെ ആയിരുന്ന ബാലാജിയാണ് വേഷം ചെയ്തതെന്നാണ് എൻ്റെ ഓർമ്മ. അങ്ങനെയാണ് ഈ വാവർ എന്ന് പറഞ്ഞ വ്യക്തി ജനങ്ങളിലേക്ക് വന്നത്. പിന്നെ ശ്രീ നൌഷാദ് പറയൂ, ഈ പറഞ്ഞ ഈ എരുമേലിയിൽ വാവര് പള്ളി അവിടെ ഉയർന്നിട്ട് എത്ര കാലമായി? പണ്ട് അവിടെ വെറും ഒരു ഷെഡ് പോലെ കെട്ടി അവിടെ വരുന്നവർക്ക് ഭസ്മം കൊടുത്തുകൊണ്ടിരുന്നതാണ്. ഇന്നിപ്പോൾ അത് വാവര് പള്ളിയാണെന്ന് നിങ്ങൾ പറയുമോ? അവിടെ നൈനാർ മസ്ജിദ് അല്ലേ അത്? അവിടെ വാങ്കുവിളി നടക്കുന്നില്ലേ? അതിനകത്ത് ഖബറില്ലേ? ഹൈന്ദവ വിശ്വാസം അനുസരിച്ച് ശബരിമലയ്ക്ക് മണ്ഡലവ്രതം നോക്കുന്ന ഒരു വ്യക്തി ആ മുദ്ര ധരിച്ചു കഴിഞ്ഞാൽ, മാലിക് പറയുന്ന മുദ്രയിൽ നിന്നാണ്, അയ്യപ്പൻ്റെ മുദ്ര ധരിച്ചു കഴിഞ്ഞാൽ ആ ആൾ അയ്യപ്പനായി മാറുകയാണ്. അയാൾ ഭക്തനല്ല. ശബരിമലയിൽ ഏറ്റവും വലിയ പ്രത്യേകതയാണ് അവിടെ അകത്തിരിക്കുന്ന വിഗ്രഹവും അയ്യപ്പനാണ്, അവിടെ പൂജ ചെയ്യുന്നവരും അയ്യപ്പന്മാരാണ്, അവിടെ പ്രവർത്തിക്കുന്നവരെല്ലാം അയ്യപ്പന്മാരാണ്, അവിടെ ദർശനത്തിനായി എത്തുന്ന ഭക്തന്മാരും അയ്യപ്പന്മാരാണ്. ആ അയ്യപ്പനായി കഴിഞ്ഞാൽ ഈ ശ്രീ ഭൂതനാഥ ഉപാഖ്യാനത്തിൽ തന്നെ കൃത്യമായി പറയുന്നുണ്ട് എങ്ങനെയാണ് വ്രതം അനുഷ്ഠിക്കേണ്ടതെന്ന്. മരണസ്ഥലത്ത് പോകാൻ പാടില്ല, ഒരു പൊലയുള്ള സ്ഥലത്ത് പോകാൻ പാടില്ല, ഒരു പ്രസവം നടന്നിടത്ത് പോകാൻ പാടില്ല. അതുപോലെ ഓരോ കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങൾ കൃത്യമായി നിർവഹിച്ച് ആ രീതിയിൽ മണ്ഡലവ്രതം അനുഷ്ഠിച്ച് ശബരിമലയിൽ എത്തുമ്പോൾ മാത്രമേ ആ വ്രതത്തിന് പൂർണ്ണത ഉണ്ടാവുള്ളൂ. അപ്പോഴേ ദർശനക്രമം പൂർത്തിയാവുകയുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള അയ്യപ്പന്മാർ ഇങ്ങനെ ഒരു ഖബറിരിക്കുന്ന ഒരു പള്ളിയിൽ കയറി കഴിയുമ്പോൾ അവരുടെ വ്രതം മുടങ്ങുകയാണ്, വ്രതം നശിക്കുകയാണ്. അത് ഹൈന്ദവ വിശ്വാസമാണ്. ഇപ്പോൾ ഹൈന്ദവ വിശ്വാസവും ഇസ്ലാമിക വിശ്വാസവും രണ്ടും രണ്ടാണ്. ഞാൻ ഒരിക്കലും ഇസ്ലാമിക വിശ്വാസത്തെ കുറ്റം പറയുന്നില്ല. അവർ പറയുന്നത് കൃത്യമാണ്. അവരാ പള്ളിയിലെ നടയിൽ വെണ്ടയ്ക്ക അക്ഷരത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്, അള്ളാഹുവിനെ അല്ലാതെ മറ്റൊരു ദൈവത്തെ ആരാധിക്കാൻ പാടില്ല, അള്ളാഹു മാത്രമാണ് ഈശ്വരൻ എന്ന് ആ പള്ളിയുടെ വെളിയിൽ വെണ്ടയ്ക്ക അക്ഷരത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. മലയാളത്തിലുണ്ട്, ഈ പറഞ്ഞ പോലെ അറബിലും എഴുതി വെച്ചിട്ടുണ്ട്. ഇത് കണ്ട് ഇത് വായിക്കാതെ അകത്ത് കയറുന്നു. മാത്രമല്ല അവിടെ ഭസ്മം കൊടുക്കുന്നു. ഞാൻ പലപ്പോഴും ഇതിന് മുമ്പ് ശ്രീ നൌഷാദുള്ള ഒരു ഡിബേറ്റ് തന്നെ പറഞ്ഞു എന്നാണ് എൻ്റെ ഒരു ഓർമ്മ. ഭസ്മം കൊടുക്കുന്നത് ഇസ്ലാമികമായ ചടങ്ങാണോ? അവിടെ അകത്ത് പോയി നാളികേരം ഉടയ്ക്കുന്നുണ്ട്, അത് ഇസ്ലാമികമായ ചടങ്ങാണോ? ഒരിക്കലുമല്ല. അപ്പോൾ അത്തരം കാര്യങ്ങൾ ഒരു ഇസ്ലാമികമായ പള്ളിക്കകത്ത് ചെയ്യുമ്പോൾ അതിൻ്റെ ഉദ്ദേശം എന്താണ്? സാമ്പത്തിക വരുമാനമല്ലാതെ മറ്റെന്തെങ്കിലും ഉദ്ദേശം അതിൻ്റെ പിന്നിലുണ്ടോ? ഉണ്ടെങ്കിൽ പറയൂ, ഞങ്ങൾ അംഗീകരിക്കാം.
ഓക്കെ. നിങ്ങൾ നേരത്തെ ഇവിടുത്തെ ഇപ്പം നീലിമ ചോദിച്ചതുപോലെ ഒരു കാര്യം ഞാൻ ചോദിച്ചോട്ടെ, ഈ ബാബർ പേരും പറഞ്ഞ് ശബരിമലയിൽ വന്നിരിക്കുന്ന ആൾക്കാർ ഒരാളെങ്കിലും ശ്രീകോവിലിന് മുമ്പിൽ പോയി അയ്യപ്പസ്വാമിയെ ദർശനം നടത്തുന്നുണ്ടോ? ശബരിമലയെ സംബന്ധിച്ചോളം അവിടെ ജാതി മത വർഗഭേദങ്ങളൊന്നുമില്ല. അയ്യപ്പ ഭക്തനാണെങ്കിൽ അവർക്ക് ആർക്കും പോയി ദർശനം നടത്താം. പല മതത്തിൽപ്പെട്ട ആൾക്കാർ അവിടെ നിന്ന് ദർശനം നടത്തുന്നുണ്ട്. ഒരാളെങ്കിലും ഈ വാവരുടെ പ്രതിനിധിയായി ഇവിടെ ഇരിക്കുന്ന ഒരാളെങ്കിലും 18-ാം പടി ചവിട്ടി മോളിൽ പോയി ഭഗവാനെ തൊഴുതിട്ടുണ്ടോ? ചരിത്രത്തിലില്ല. ഞാൻ അവിടെ ഒരുപാട് പേര് ചോദിച്ചു, അവിടെ മേൽശാന്തിമാരോടും അവിടെ തന്ത്രിയോടും എല്ലാം ചോദിച്ചു, അവരാരും ഇത് കണ്ടിട്ടില്ല. ഒരാളും പോയി ദർശനം നടത്തിയിട്ടില്ല. രണ്ടാമതൊരു കാര്യം ഞാൻ പറയാം. ഈ ഇടയ്ക്ക് സമസ്ത ഒരു പ്രസ്താവന ഇറക്കി. അതായത് ശ്രീ മമ്മൂട്ടിയുടെ പേരിൽ ശ്രീ മോഹൻലാൽ ശബരിമലയിൽ ഒരു ഉഷപൂജ നടത്തി. ഈ രോഗം ഭേദമാവാൻ വേണ്ടിയാണ് ഉഷപൂജ നടത്തുന്നത്. ആ ഉഷപൂജ നടത്തിയത് ശ്രീ മമ്മൂട്ടിയുടെ അറിവോടെയാണെങ്കിൽ മമ്മൂട്ടി പ്രായശ്ചിത്തം ചെയ്യണമെന്ന് ആദ്യം എനിക്ക് തോന്നുന്നൊരു അബ്ദുള്ള, മറ്റേ ഒരു ഓ അബ്ദുള്ളയാണ് പറഞ്ഞത്. പക്ഷേ അതിന് സമസ്ത അതിനെ അംഗീകരിച്ചുകൊണ്ട് സമസ്ത പ്രസ്താവന ഇറക്കി. അപ്പം ഞാൻ ചോദിക്കട്ടെ, അങ്ങനെ പറയുന്ന ഒരു സ്ഥലത്ത്, അതായത് നേരത്തെ ശ്രീ നൗഷാദ് തന്നെ പറഞ്ഞു ഇസ്ലാമിക വിശ്വാസികൾ മറ്റൊരു ആരാധനാലയത്തിൽ പോകാൻ പാടില്ല എന്ന് ശ്രീ നൗഷാദ് തന്നെ ഇപ്പോൾ പറഞ്ഞു. അങ്ങനെയുള്ള ഒരു സ്ഥലത്ത് വാവര പേരും പറഞ്ഞ് ഒരു ആരാധനാലയത്തിന് മുമ്പിൽ എങ്ങനെ വന്നൊരു ഇസ്ലാമിക വിശ്വാസിക്ക് ഇരിക്കാൻ പറ്റും? ശ്രീ നൗഷാദ്, മറുപടി പറയൂ. അല്ല, ഞാൻ പറയട്ടെ. ഞാൻ വേറെടുത്ത് പോകരുതല്ല, വിശ്വാസമായിട്ട് പോകരുതെന്ന് പറഞ്ഞുള്ളൂ. ഇനി ഞാൻ പറയുന്നത് ഇപ്പം വിശ്വാസം ഇല്ലാതെയാണോ ശബരിമലയിൽ പോകുന്നത്? നിങ്ങൾ പറയുന്നതിന് കയറി പറയാതെ കാര്യങ്ങൾ പറയട്ടെ. നിങ്ങൾ പറഞ്ഞപ്പോ ഞാൻ കേട്ടോണ്ടിരിക്കില്ലായിരുന്നോ? നിങ്ങൾ ആദ്യം പറഞ്ഞു രേഖ ഇല്ലെന്ന് പറഞ്ഞു. പന്തളൻ രാജാവ് കൊല്ലവർഷം 1884 അതായത് AD 1709 കൊടുത്ത ചെമ്പണ്ണൂർ ചെമ്പ് പട്ടയ പ്രകാരമാണ്. അതിൽ തർക്കമുണ്ടിരിക്കുക. 1709 ഈ ക്ഷേത്രത്തിന്റെ അവകാശം പന്തളൻ രാജാവിനല്ല, തിരുവിതാംകൂർ രാജാവിനാണ്. പന്തളൻ രാജാവിന് രേഖ കൊടുക്കാൻ കഴിയില്ല ശ്രീ നൗഷാദ്. 1700 കാലഘട്ടത്തിൽ ഈ ക്ഷേത്രം തിരുവിതാംകൂറിന്റെ കയ്യിലേക്ക് എത്തി. മാർത്താണ്ഡവർമ്മയുടെ കാലഘട്ടത്തിൽ തിരുവിതാംകൂറിലേക്ക് എത്തി. അപ്പൊ എങ്ങനെ പന്തളൻ രാജാവിന് കൊടുക്കാൻ കഴിയും? ശുദ്ധ അസംബന്ധമാണ് ആ രേഖ, ശുദ്ധ അസംബന്ധമാണ്. അങ്ങനെ രേഖ ഇല്ല.